എക്കണോമിയിൽ എങ്ങനെ പണം എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ ആണ് മണി സപ്ലൈ. നമ്മൾ അതിനെ 4 ആയിട്ട് തിരിക്കാം. M1, M2, M3, M4. ഓക്കെ, നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ഇപ്പൊ എത്ര രൂപ വേണം? കയ്യിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട്, കറൻസി ഇൻ ഹാൻഡ്, നിങ്ങളുടെ പേഴ്സിൽ കുറച്ച് ക്യാഷ് കാണുമല്ലോ, പറയണ്ട. പ്ലസ് നമുക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ഇല്ലേ, ദാറ്റ് ഈസ് കോൾഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ 10 രൂപ കൊടുത്താൽ അപ്പൊ തന്നെ നമുക്കത് ചായ ആയിട്ട് കിട്ടും. ഹൈലി ലിക്വിഡ്. ഇതിനെ രണ്ടിനെയും കൂടി ചേർത്തിട്ടാണ് M1 എന്ന് പറയാം. എന്തൊക്കെയാ? ദ മണി ഇൻ മൈ പോക്കറ്റ് or the currency with the public, currency, liquid currency with the public, and demand deposit with the bank. Why these two are called M1? Because they are highly liquid. Then ini liquidity, highly liquid എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇപ്പൊ ചെന്നാൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിനെ എന്താക്കി മാറ്റാം? മറ്റൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാം. മനസ്സിലായില്ലേ? ഒരു 10 നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു, 10 രൂപ കൊടുക്കുന്നു, ഒരു എന്ത് കഴിക്കുന്നു? ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് അതിനെ അടുത്ത പ്രൊഡക്റ്റ് ആക്കി മാറ്റാം. ദിസ് ഈസ് M1. നമുക്ക് വേറൊരിടത്തും കൂടി സേവ് ചെയ്യാം, പോസ്റ്റ് ഓഫീസിലൂടെ. ഓക്കെ, അപ്പൊ M1 ഓക്കെ അല്ലേ? അപ്പൊ M2ലേക്ക് വരുമ്പോൾ നമ്മൾ ആ പോസ്റ്റ് ഓഫീസിൽ സേവ് ചെയ്തിരിക്കുന്ന സാധനം അല്ലേ? അപ്പൊ എന്തൊക്കെ? കറൻസി ഇൻ യുവർ ഹാൻഡ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് മീൻസ് നമുക്ക് ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുന്നത്, ആൻഡ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ സേവ് ചെയ്യാറുണ്ട്. നമ്മൾ ആരും ചെയ്യാറില്ല, പക്ഷെ പണ്ട് ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പോസ്റ്റ് ഓഫീസിൽ സേവ് ചെയ്യും. ഇതുകൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് M2. അപ്പൊ M1 പ്ലസ് പോസ്റ്റ് ഓഫീസ്. ക്ലിയർ? ദെൻ അനദർ വൺ M3. വി ആർ ആഡിങ് M1. M1 means what? Currency in your hand, demand deposit in your bank, and term deposit. ഇവിടെ പോസ്റ്റ് ഓഫീസ് ഇല്ല. And this M3 is popularly called broad money. Clear? And the M4, what is M4? Your currency, your demand deposit, your time deposit, and all other deposits in a post office. Again reverse. M1 നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ, ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ലിക്വിഡ് മണി പ്ലസ് നമ്മുടെ ഗൂഗിൾ പേയിലുള്ളത്, മറ്റുള്ളവരുടെ അല്ല, നമ്മുടെ. ഇത് M1. ഇതിന്റെ കൂടെ, ഈ M1ന്റെ കൂടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യുന്നു? പോസ്റ്റ് ഓഫീസിൽ സേവ് ചെയ്തതും കൂടെ ആവുമ്പോൾ M2. ഇനി പോസ്റ്റ് ഓഫീസ് മാറ്റി M1ന്റെ കൂടെ നമ്മൾ ടേം ഡെപ്പോസിറ്റ്, നമ്മളാരും ടൈം ഡെപ്പോസിറ്റ് ഇട്ടിട്ടൊന്നുമില്ലല്ലോ, സേവിങ്സ് തന്നെ ഇല്ല, പിന്നാണ് ടേം ഡെപ്പോസിറ്റ്, അതുകൂടെ ആഡ് ചെയ്യുമ്പോൾ M3. ഇനി പോസ്റ്റ് ഓഫീസിലുള്ള ഫിക്സ്ഡും സേവിങ്സും ബാങ്കിലുള്ള ഫിക്സ്ഡും സേവിങ്സും കറൻസിയും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നു? M4 കിട്ടുന്നു. ഏറ്റവും ലിക്വിഡിറ്റി ഏറ്റവും കൂടുതൽ ഏതാ? M1. ഏറ്റവും കുറവ് ഏതാ? M4. ബ്രോഡ് മണി ഏതാ? ഏറ്റവും കൂടുതൽ പണമുള്ളത് നമ്മൾ പൊതുവെ M3 ആണ് പറയുക. ക്ലിയർ? ഈ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ?